ആക്ഷൻ സിനിമകൾക്ക് ഓഡിയൻസിനെ ആകർഷിക്കാൻ പ്രത്യേകതരം കഴിവാണ്. പക്ഷേ ഇൻഡസ്ട്രിയുടെ സ്റ്റൈലിൽ നിന്നും മാറി ആക്ഷൻ സിനിമകൾ വരുന്നത് വല്ലപ്പോഴുമാണ്. അത്തരം സിനിമകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തെലുങ്കിലെ ആക്ഷൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഊഹിക്കാം മിക്കതും മാസ് മസാല ഗിമ്മിക്ക് തന്നെ ആവും. പക്ഷേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിം ആവണം. അതിലൊരു തരത്തിലും റൂട്ടീൻ തെലുങ്ക് രീതികൾ പാടില്ല. പക്ക ക്ലീൻ പ്രസൻറ്റേഷൻ വേണം. അങ്ങനെയായിരുന്നു സാശീകരൻ ടിക്കയുടെ ഡയറക്ഷനിൽ വന്ന ഗൂഢാചാരി. പ്രണയത്രയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സ്പൈ ഏജൻറ്റിനെ ചിലർ തീർന്നൊരു ഡബിൾ ഏജൻ്റ് ആക്കിയിട്ട് മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ നിക്കക്കളിയിലാണ്ട് പ്രൊട്ടഗണിസ്റ്റിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ട്വിസ്റ്റിട്ട് കാണുന്ന എന്നെ വട്ടം കളിക്കിയ ഒരു സിനിമയാണ് ഇത്. സ്റ്റിൽ ഇതിൻ്റെ ആക്ഷൻ സെഗ്മെൻറ്റ്സ് ഒക്കെ നല്ല ഹൈ ഒക്ടെയിൻ സംഭവമാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് കൈദി എന്ന് പറഞ്ഞ കത്തി കാട്ടിയ അജയ് ദേവ്ഗണിൻ്റെ ഡയറക്ഷനിൽ വന്ന പോലെ. പക്ഷേ ഇതേ അജയ് ദേവ്ഗൺ തന്നെ ശിവായി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ആക്ഷൻ സിനിമ ചെയ്തിട്ടുണ്ട്. മകളേറ്റ് പുറത്തു പോകുമ്പോൾ ആരോ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ മകളെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന ചില സ്ട്രഗിൾസിനെ പറ്റിയിട്ടാണ് ഈ സിനിമ പറയുന്നത്. സിനിമ കൊണ്ടുവരുന്ന സിറ്റുവേഷനും അതിൽ നിന്നുണ്ടാകുന്ന കോൺസിക്വൻസൊക്കെ കാണുമ്പോൾ ഒരു റൂട്ടീൻ ബോളിവുഡ് ആക്ഷൻ സിനിമയായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. പിന്നെ ഇതിലെ ആക്ഷൻ സീനുകളൊക്കെ കണ്ടിരിക്കാൻ നല്ല ത്രില്ലാണ്. വളരെ ഡാർക്കായ രീതിയിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സിനിമ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ശിവയുടെ സക്സസിന് ശേഷം RGV ചെയ്തൊരു സിനിമ. എപ്പോഴും ഇൻഡസ്ട്രിയിലുള്ള സിനിമകളിൽ നിന്ന് ഡിഫറൻ്റ് ആയൊരു സിനിമ ചെയ്യണം എന്ന പാറ്റേണിൽ വന്നൊരു RGV സിനിമയായിരുന്നു ക്ഷണാക്ഷണം. സത്യ എന്ന ക്യാരക്ടറിന് കണ്ടിന്യൂസ് ആയി ചില അറ്റാക്സ് കിട്ടുന്ന സമയത്ത് കുറച്ച് തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ചന്തു സത്യയെ രക്ഷിക്കുന്നു. പിന്നീട് ഇതൊരു കംപ്ലീറ്റ് റോഡ് മൂവി സെറ്റപ്പിലാണ് പോകുന്നത്. ആദ്യമായി ട്രെയിനിൻ്റെ മുകളിൽ നിന്നുള്ള ആക്ഷൻ സെഗ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നൊരു സിനിമയാണ് ഇത്. ഇതിറങ്ങുന്ന ടൈമിൽ ചെയ്യ പോലും ഇവിടെ വന്നിട്ടില്ല. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പാറ്റേൺ കൊണ്ട് അല്പം ഡാർക്കായി തോന്നുമെങ്കിലും അന്നിറങ്ങിയ തെലുഗു ആക്ഷൻ സിനിമകളിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ് ക്ഷണാക്ഷണം. ഒരു സ്ലോ ബേൺ രീതിയിൽ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു എപ്പിഡ് സിനിമയാണ് ദ കങ്ഫു മാസ്റ്റർ. പക്ക റൂട്ടീൻ സെറ്റപ്പിലുള്ള നെറേറ്റീവാണ്. സ്ലോ ബേൺ രീതിയിൽ സിനിമയുടെ ആദ്യ ഹാഫ് സെറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഹാഫ് കംപ്ലീറ്റ് ആക്ഷനാണ്. എന്നാൽ ആ ആക്ഷൻ കൊറിയോഗ്രാഫി കണ്ട് ഞെട്ടിപ്പോയൊരു ആളാണ് ഞാൻ. സ്റ്റിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള 7 ആളുകളുടെ ഒപ്പം ഇരുന്ന് ആക്ഷൻ കണ്ട് വണ്ടടിച്ചു പോയൊരു നിമിഷം. റോ ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ സെഗ്മെൻറ്റുകളിൽ അധികം സിനിമാറ്റിക് സെറ്റപ്പിലിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ് എനിക്കിതിൽ തോന്നിയിട്ടില്ല. യൂഷ്വൽ റിവെഞ്ച് സിനിമയായിരുന്നെങ്കിലും പ്രസൻറ്റേഷൻ കൊണ്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ദ കങ്ഫു മാസ്റ്റർ. ആയുഷ്മാൻ ഖുറാന കൂടുതലും ഈ സോഷ്യലി റെലവൻസ് ഉള്ള അല്ലെങ്കിൽ കോമഡി മൂവീസൊക്കെ ചെയ്തിട്ട് ഇതിൽ നിന്നൊക്കെ ട്രാക്ക് മാറ്റി പിടിച്ചൊരു സിനിമയായിരുന്നു അനിരുദ്ധ അയ്യറിൻ്റെ ഡയറക്ഷനിൽ വന്ന ആൻ ആക്ഷൻ ഹീറോ. മാനവ് എന്ന സൂപ്പർ സ്റ്റാർ ആക്ഷൻ ഹീറോ ആയിട്ട് വിലസ് നടക്കുന്ന ടൈമിൽ ഏതോ അറഗൻ്റായ ഒരാൾ വന്നിട്ട് മാനവിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിൽ നിന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നും മാനവിന് നിൽക്കക്കളിയില്ലാണ്ട് നാട് വിട്ടുപോകേണ്ട അവസ്ഥ വരുന്നു. സിനിമയിൽ മാത്രം ആക്ഷൻ ചെയ്ത് നടക്കുന്ന മാനവ് റിയൽ ലൈഫിലും ആക്ഷൻ ചെയ്യണം എന്ന സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടുന്നു. ഒരു ഡാർക്ക് കോമഡി സെറ്റപ്പും ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ബിൽഡപ്പൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും ഒരു ടിപ്പിക്കൽ ബോളിവുഡ് ആക്ഷൻ സിനിമയായിട്ട് തോന്നത്തില്ല. അങ്ങനെ വന്നൊരു ക്വാളിറ്റി ഫിലിമായിരുന്നു ആൻ ആക്ഷൻ ഹീറോ. എങ്ങനെ നിങ്ങൾ നോർമലി ഒരു ഇൻഡസ്ട്രിയിൽ കാണുന്ന ടൈപ്പിലുള്ള ഒരു ആക്ഷൻ സിനിമ കണ്ടിട്ട് വണ്ടർ അടിച്ചിട്ടുണ്ടോ? അത്തരം സിനിമകളെ പറ്റിയിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.